بسم الله الرحمن الرحيم ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. ആരെങ്കിലും പരലോകം ഉദ്ദേശിക്കുകയും സത്യവിശ്വാസിയായിക്കൊണ്ട് അതിനുവേണ്ടി അതിൻ്റെതായ പരിശ്രമം നടത്തുകയും ചെയ്യുന്ന പക്ഷം അത്തരക്കാരുടെ പരിശ്രമം പ്രതിഫലാർഹമായിരിക്കും. കുല്ലൻ നുമിദ്ദു ഹൗലാഇ വഹൗലാഇ മിൻ അതാഇ റബ്ബിക വമാ കാന അതാഉ ربك محظورا انظر كيف فضلنا بعضهم على بعض وللآخرة أكبر درجات وأكبر تفضيلا. لا تجعل مع الله إلها آخر فتقعد مذموما مخذولا. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا. السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أحسن الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. ബഹുമാന്യനായ അധ്യക്ഷൻ, സദസ്സിലും വേദിയിലുമായിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സർവലോക രക്ഷിതാവും നിയന്താവുമായ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുവാൻ അവൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തഖ്ലീദും മൻഹജും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് പരിമിതമായ സമയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കേണ്ടത്. വിശുദ്ധ ഖുർആനും പ്രവാചകൻ്റെ അധ്യാപനമാകുന്ന ഹദീസുകളും പ്രമാണമായി സ്വീകരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം തഖ്ലീദ് എന്താണ്, മൻഹജ് എന്താണ് എന്നത് അറിഞ്ഞു വെക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു കാര്യമാണ്.
മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്ത് തലപൊക്കുകയും അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്തോടുകൂടി ശക്തി പ്രാപിക്കുകയും ചെയ്ത് വിവിധ കക്ഷികളും വിവിധ സംഘങ്ങളുമായി വേർപിരിഞ്ഞു പോയ ആ കാലഘട്ടങ്ങളിൽ സംഘടിച്ച ഓരോ സംഘങ്ങളും കൂട്ടായ്മകളും അഖീദയിൽ മാത്രമല്ല കർമ്മരംഗത്തും ഭിന്നതയും വീക്ഷണ വ്യത്യാസങ്ങളും വെച്ച് പുലർത്തിയിട്ടുണ്ട്. ശിആക്കളെപ്പോലെ ഖവാരിജുകൾ, മുഅ്തസിലുകൾ, ഖദീയാക്കൾ, മുർജിആക്കൾ, ജഹ്മിയകൾ ഇവരെല്ലാം ആ രംഗത്ത് കടന്നു വന്ന നൂതനമായ സംഘങ്ങളായിരുന്നു. അവരെല്ലാവരും അവരുടേതായ ന്യായങ്ങൾക്കും അവരുടേതായ തെളിവുകൾക്കും മുമ്പിൽ വച്ചത് വിശുദ്ധ ഖുർആനും പ്രവാചക അധ്യാപനവും തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം പ്രസക്തമാകുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ പരിചയമില്ലാത്തതും അല്ലെങ്കിൽ വേണ്ടത്ര പ്രചാരം നേടിയിട്ടില്ലാത്തതും പിൽക്കാലഘട്ടങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടതുമായ രണ്ട് പദങ്ങളാണ് തഖ്ലീദ്, മൻഹജ് എന്ന് പറയുന്നത്. അനുകരണം എന്നതാണ് തഖ്ലീദ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. പറയുന്ന ആളുടെ വാക്കിനെ എവിടെ നിന്ന് തെളിവ് പിടിച്ചു എന്ന മാനദണ്ഡം അല്ലെങ്കിൽ അതൊന്നും സ്വീകരിക്കാതെ അതൊന്നും നോക്കാതെ ഒരാൾ പറയുന്നത് കേട്ട് അദ്ദേഹം പറഞ്ഞ ആ വാക്കിനെ അതുപോലെ സ്വീകരിക്കുന്ന, അന്ധമായി അതിനെ പിന്തുടരുന്ന ഒരു സമീപനം. മൻഹജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മാർഗം എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കൃത്യമായി ക്രോഡീകരിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് തങ്ങൾക്ക് ലഭ്യമായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ കർമ്മരംഗങ്ങളിൽ അവരുടേതായ വീക്ഷണങ്ങൾ രേഖപ്പെടുത്തിയവരായിരുന്നു മഹാന്മാരായ പണ്ഡിതന്മാർ. ആ രംഗത്ത് ആദ്യമായി കടന്നു വരികയും തൻ്റേതായ സമയവും തൻ്റേതായ കഴിവും ഉപയോഗപ്പെടുത്തിയ ഇമാം അബൂ ഹനീഫ, അദ്ദേഹത്തിൻ്റെ അരികിൽ ലഭ്യമായ ഹദീസുകളെ മുമ്പിൽ വെച്ചുകൊണ്ട് മതപരമായ കർമ്മരംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളെ അദ്ദേഹം ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞുകൊടുത്തു, രേഖപ്പെടുത്തി. പക്ഷേ അദ്ദേഹം ഒരിക്കലും ഇത് അന്തിമമായ വാക്കാണെന്നോ ഇത് ഒരു നിലയിലും തള്ളപ്പെടേണ്ട ഒരു വാക്കുകളും ഇതിൽ ഇല്ല എന്നോ ഇത് പൂർണ്ണമായും സ്വീകരിക്കണമെന്നോ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇദാ സഹൽ ഹദീസു ഫഹുവ മദ്ഹബി, ഇതിന് വിരുദ്ധമായി ഞാൻ കണ്ടെത്തിയ, ഞാൻ പഠിച്ച, ഞാൻ മനസ്സിലാക്കിയ വീക്ഷണങ്ങൾക്ക്, കർമ്മരംഗത്തുള്ള വിഷയങ്ങൾക്ക് വിരുദ്ധമായി പ്രവാചകന്റെ അധ്യാപനം സത്യസമ്പൂർണമായി നിങ്ങളുടെ അരികിൽ വന്നു ചേർന്നാൽ അതാണ് എൻ്റെ മദ്ഹബ്, അതാണ് എൻ്റെ വീക്ഷണം എന്ന് അദ്ദേഹം രേഖപ്പെടുത്തി. മാത്രവുമല്ല, ലാ യഹില്ലു ലി അഹദിൻ അൻ യഖുദ ബിഖൗലിനാ മാ ലം യഅലം മിൻ ഐന അഖ്ദന, എവിടെ നിന്ന് ഞങ്ങൾ ആ തെളിവ് സ്വീകരിച്ചു എന്നറിയാത്ത ആളുകൾ അവർക്ക് അനുവദനീയമല്ല. ലാ യഹില്ലു ലി അഹദിൻ, ഒരാൾക്കും അനുവദനീയമല്ല, അൻ യഖുദ ബിഖൗലിനാ, ഞങ്ങളുടെ വാക്കിനെ സ്വീകരിക്കാൻ. എങ്ങനെ? മാ ലം യഅലം, അവൻ അറിയില്ലെങ്കിൽ, മിൻ ഐന അഖ്ദനാഹു, ഞങ്ങൾ എവിടെ നിന്നാണ് ആ ഒരു വീക്ഷണം മുമ്പിൽ വെക്കുമ്പോൾ, ആ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ സമർത്ഥിക്കുമ്പോൾ എവിടെ നിന്നാണ് ഞങ്ങൾ തെളിവ് സ്വീകരിച്ചത് എന്ന് അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വാക്കുകൊണ്ട് തെളിവ് പിടിക്കുക എന്നത് അനുവദനീയം അല്ല എന്നുവരെ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കറിയാവുന്ന പ്രസിദ്ധനായ മാലിക് ബിൻ അനസ് റഹിമഹുല്ല, അദ്ദേഹവും കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അരികിൽ കിട്ടിയ, അദ്ദേഹത്തിന് മനസ്സിലായ, അദ്ദേഹത്തിൻ്റെ അറിവിൽപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചപ്പോഴും അദ്ദേഹവും ലോകത്തോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇന്നമാ അന ബശറുൻ, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്. അഖ്തിഉ ഉസീബു ഫൻദുറു ഫീ റഅയി, അതുകൊണ്ട് എനിക്ക് തെറ്റുപറ്റുകയും എനിക്ക് ശരിപറ്റുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിലേക്ക് നിങ്ങൾ നോക്കുക. ഫകുല്ലു മാ വാഫഖൽ കിതാബു വസ്സുന്ന, സുന്നത്തിനോടും ഖുർആനിനോടും യോജിച്ചു വരുന്നത് ഫഖുദു, നിങ്ങളതിനെ സ്വീകരിക്കുക. വകുല്ലു മാ ലം യുവാഫിഖ് അൽ കിതാബു വസ്സുന്ന ഫത്റുകു, ഖുർആനിനോടും സുന്നത്തിനോടും യോജിക്കാത്ത വൈരുദ്ധ്യമായി വരുന്ന അഭിപ്രായങ്ങൾ എൻ്റെ വീക്ഷണത്തിൽ, എൻ്റെ രേഖകളിൽ, ഞാൻ അവതരിപ്പിച്ച കർമ്മരംഗങ്ങളിൽ വന്നിട്ടുണ്ട് എങ്കിൽ ഫത്റുകു, നിങ്ങളതിനെ ഉപേക്ഷിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ലൈസ അഹദിൻ ബഅദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഒരാളുമില്ല, ഇല്ലാ യുഖദു മിൻ ഖൗലിഹി വയത്റുകു ഇല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പൂർണ്ണമായും സ്വീകരിക്കപ്പെടാവുന്നതും പൂർണ്ണമായും തള്ളപ്പെടാവുന്നതുമായ ഒരു വാക്കുണ്ടെങ്കിൽ
അത് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് മാത്രമാണ് എന്ന് നമുക്ക് അദ്ദേഹം പറഞ്ഞു തന്നിട്ടും ഉണ്ട്. മാത്രവുമല്ല, അദ്ദേഹത്തിനു തന്നെ അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ പല വിഷയങ്ങളെ സംബന്ധിച്ചും തിരുത്തപ്പെടുന്ന കാലങ്ങൾ, സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇബ്നു വഹബ് നിവേദനം ചെയ്യുന്നു, സമിഅതു മാലികൻ സുഇല അൻ തഖ്ലീലി അസാബിഇ റിജ്ലൈൻ ഫിൽ വുളു. വുളു എടുക്കുമ്പോൾ കൈകൾ ചികറ്റുന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യം അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ ഫഖാല ലൈസ ദാലിക അലന്നാസ് ഫതറകഹു ഹത്താ ഖഫന്നാസ്. അദ്ദേഹത്തിന് അതിനെ സംബന്ധിച്ച് അറിവില്ലായിരുന്നു, അദ്ദേഹത്തിന് അതിനെ സംബന്ധിച്ചുള്ള വിവരമില്ലായിരുന്നു, ആ ഒരു അറിവ് അദ്ദേഹത്തിന് വന്നുപെട്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ട് അതിനെപ്പറ്റി അറിയില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനോട് ഫഖുൽതു ലഹു ഇൻദനാ ഫീ ദാലിക സുന്ന, എന്നാൽ ഞങ്ങളുടെ പക്കൽ അതിന് കൃത്യമായ രേഖയുണ്ട്, തെളിവുണ്ട് എന്ന് പറഞ്ഞ ഫഖാല വമാഹിയ, ഏതാണ് ആ തെളിവ്? ഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു. ഇബ്നു വഹബ് പറയാണ്, ലൈസ് ഉദ്ധരിച്ച ഹദ്ദസനാ ലൈസ് ഇബ്നു സഅദ് വബ്നു ലുഹൈബ്, അങ്ങനെ തുടങ്ങി ആ ഉദ്ധരിച്ച ആ ഹദീസിലൂടെ അദ്ദേഹം പറയുന്നു, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ലുകു ബിഖൻസരിഹി മാ ബൈന അസാബിഇ റിജ്ലൈഹി, തന്റെ കാലിന്റെ ചിക്കറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ലൈസ് ഉദ്ധരിച്ച ഹദീസ് അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തു. ആർക്ക്? ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു റഹിമഹുല്ലക്ക്. അദ്ദേഹത്തിന് അത് അറിയിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം അന്നൽ ഹദീസ് ഹസനുൻ, ആ ഹദീസ് ഹസനാണ് എന്ന് മനസ്സിലാക്കി. എന്നിട്ടോ വമാ സമയത്തു ഇല്ല സഅ, ഈ സമയത്തോളം, ഈ കാലത്തോളം ഞാനതിനെ പറ്റി കേട്ടിട്ടില്ല, എനിക്കറിയുകയില്ല, അതുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ അത് കേട്ടു പഠിച്ചു. ശേഷം പറയുന്നു സുമ്മ സമയത്തു ബഅദ ദാലിക്, ഇത് ഇദ്ദേഹം പറയുന്നു, പിന്നെ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട് എന്ത്? യസ്അലു, ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഫയഉമുറു ബിതഖ്ലീലിൽ അസാബിഅ്, അദ്ദേഹം കൽപ്പിക്കാറുണ്ട് നിങ്ങൾ ചിക്കകറ്റി കഴുകണം എന്ന്. അപ്പോൾ ഒരു കാലം വരെ അദ്ദേഹത്തിന് വന്നു കിട്ടിയിട്ടില്ലാത്തൊരു കാര്യത്തെ സംബന്ധിച്ച് ജനങ്ങൾ അദ്ദേഹത്തോട് ഫത്വ ചോദിക്കുമ്പോൾ, വിധി ചോദിക്കുമ്പോൾ, അങ്ങനത്തെ ഒരു കാര്യം എനിക്കറിയില്ല എന്ന് വിധി പറയുകയും പിന്നീട് ആ കാര്യത്തെ സംബന്ധിച്ച് അറിവുള്ള ആളുകൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയപ്പോൾ, ആ കാര്യം ബോധ്യപ്പെട്ടപ്പോൾ ശേഷം വന്ന ആളുകളോട് അദ്ദേഹം അത് ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയും നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവർക്കു തന്നെ കാലങ്ങളിൽ മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അഭിപ്രായങ്ങൾ പറഞ്ഞത്, അവർ വീക്ഷണങ്ങൾ വെച്ചു പുലർത്തിയിട്ടുള്ളത്. മഹാനായ ഇമാം ഷാഫി അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്, ഇദാ വജത്തും ഫി കിതാബി ഖിലാഫ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ കിതാബിൽ, എൻ്റെ ഗ്രന്ഥത്തിൽ വിശുദ്ധ പ്രവാചകന്റെ അധ്യാപനത്തിന് വിരുദ്ധമായി വല്ലതും നിങ്ങൾ കണ്ടാൽ ഫഖൂലു ബിസുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ പ്രവാചകന്റെ സുന്നത്തിനനുസരിച്ച് നിങ്ങൾ പറയുക, വദഉ, നിങ്ങൾ ഉപേക്ഷിക്കുക, മാ ഖുൽതു, ഞാൻ പറഞ്ഞതിനെ നിങ്ങൾ വെടിയുക, വഫീ റിവായത്തിൻ ഫത്തബിഊഹാ, നിങ്ങൾ അതിനെ പിൻപറ്റുക, വലാ തൽതഫിതു ഇലാ ഖൗലിൻ അഹദ്, വേറൊരാളുടെ വാക്കിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടതില്ല, എൻ്റെ വാക്കിനെ, എൻ്റെ വീക്ഷണത്തെ നിങ്ങൾ ഉപേക്ഷിച്ചേക്കുക എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞ വാക്കിന് വിരുദ്ധമായി, ഞാൻ പറഞ്ഞ വീക്ഷണത്തിന് വിരുദ്ധമായി വല്ലതും പ്രവാചകാധ്യാപനത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഒഴിവാക്കണം. പ്രവാചകന്റെ അധ്യാപനത്തെയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്, വേറൊരാളുടെ വാക്കിലേക്ക് നിങ്ങൾ സ്വീകരിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. നാലാമതായി ആ മദ്ഹബിന്റെ രംഗത്ത് തന്റേതായ കഴിവുകൾ പ്രകടിപ്പിച്ച ഇമാം അഹ്മദ് ബിൻ ഹംബൽ, അദ്ദേഹവും അതിൽ നിന്ന് ഭിന്നനല്ല, വ്യത്യസ്തനല്ല. അദ്ദേഹവും പറഞ്ഞത് അദ്ദേഹത്തിന്റെ പക്കൽ കിട്ടിയ അറിവും അദ്ദേഹത്തിന്റെ പക്കൽ വന്നു ചേർന്ന തെളിവുകളും മുമ്പിൽ വെച്ചുകൊണ്ട് കർമ്മരംഗത്ത് സ്വീകരിക്കേണ്ട നിലപാടുകളും കർമ്മരംഗത്തെ വീക്ഷണങ്ങളുമാണ് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത്. വലാ തുഖല്ലിദുനി, എന്നെ നിങ്ങൾ പിന്നെ അന്ധമായ അനുകരണം നിങ്ങൾ സ്വീകരിക്കരുത്. വലാ തഖല്ലദു മാലികൻ വല ശാഫിഅ് വല ലൗസ വല സൗരി വഖുദ് മിൻ ഹൈസു അഖദു, ഇവരെല്ലാവരും എവിടെ നിന്നാണോ സ്വീകരിച്ചത്, എവിടെ നിന്നാണോ തെളിവ് പറഞ്ഞത്, എവിടെ നിന്നാണോ പ്രമാണം സ്വീകരിച്ചത്, അവിടെയാണ് നിങ്ങൾ നിൽക്കേണ്ടത്, അതാണ് തെളിവായി സ്വീകരിക്കേണ്ടത്. ഔസഇ പറഞ്ഞു, ശാഫിഇ പറഞ്ഞു, മാലിക് പറഞ്ഞു, അങ്ങനെ അവരൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് ആ വാക്കിനെ അന്ധമായി ഒരിക്കലും നിങ്ങൾ പിൻപറ്റരുത് എന്ന് ഈ പറഞ്ഞ മഹാരഥന്മാരായ മുഴുവൻ പണ്ഡിതന്മാരും ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്ത് സംഭവിച്ചു? പിൽക്കാലത്ത് വന്ന അവരുടെ എല്ലാവരുടെയും അനുയായികൾ, ആ അനുയായികൾ അതിനെ അന്ധമായി അനുകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഷാഫി പറഞ്ഞിട്ടുണ്ട്, മാലിക് പറഞ്ഞിട്ടുണ്ട്, അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഓരോരുത്തരും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞ വാക്കിനെ അന്ധമായി അനുകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു ചേർന്നപ്പോഴാണ് ഇസ്ലാമിക രംഗത്ത് ബിദ്അത്തുകൾ കടന്നു വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്
നമസ്കാരത്തിൽ സുബഹി ജമാഅത്തിൽ ഖുനൂത്ത് ഓതുന്നതിന് തെളിവായി പറയുന്നത് അദ്ദേഹം മരിക്കുവോളം ആ പ്രക്രിയ തുടർന്നിരുന്നുവെന്നും അങ്ങനെ തന്നെയാണ് അദ്ദേഹം ജീവിച്ചത് എന്നും തെളിവ് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കിനെ അവർ വിസ്മരിക്കുകയാണ്. അതെ, ഞാൻ പറഞ്ഞ വാക്കിന് വിരുദ്ധമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് നിങ്ങളുടെ പക്കലെത്തിയാൽ അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന ഇമാം ഷാഫിയുടെ വാക്കിനെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെയാണ് ചെയ്തത്, അദ്ദേഹം മരിക്കുവോളം അങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് പിൽക്കാലഘട്ടത്തിൽ കടന്നു വന്ന ആളുകൾ സ്വീകരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് തഖ്ലീദ് എന്ന് പറയുന്നത്, അന്ധമായ അനുകരണം. ആ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ച ഓരോ കാര്യങ്ങളും അവർക്ക് കിട്ടിയ തെളിവിന്റെ, അവർക്ക് കിട്ടിയ അറിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു. ഇത് അവരുടെ മാത്രം പ്രത്യേകതയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു ജീവിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ രംഗങ്ങളിലും ഓരം പറ്റി നടന്നിരുന്ന സ്വഹാബികൾക്ക് പോലും പല വിഷയങ്ങളിലും അവർക്ക് അറിവ് കിട്ടിയിരുന്നില്ല. മറ്റു പല സ്വഹാബികളുമായിരുന്നു അവർക്ക് ആ അറിവ് പകർന്നു കൊടുത്തിരുന്നത്. മഹാനായ ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു സംഭവം, അബീ സഈദ് അൽ ഖുദരി ഖാല കുൻതു ഫി മജ്ലിസിൻ ഫി മജാലിസിൽ അൻസാരി, ഞാൻ അൻസാരികളുടെ ഒരു സദസ്സിലായിരുന്നു. ഇത് ജാ അബൂ മൂസ കഅന്നഹു മദ്ഊറുൻ, അദ്ദേഹം പേടിച്ച പോലെയാണ് വരുന്നത്. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇസ്തഅദൻതു അലാ ഉമരിൻ സലാസൻ, ഞാൻ ഉമർ റളിയല്ലാഹുവിന്റെ അരികിൽ പോയിക്കൊണ്ട് 3 തവണ അനുമതി ചോദിച്ചു, 3 പ്രാവശ്യം ഞാൻ അനുമതി ചോദിച്ചു. ഫലം യുഅദൻ ലി, എനിക്ക് അദ്ദേഹം അനുമതി നൽകിയില്ല. ഫറജഅതു, ഞാൻ മടങ്ങിപ്പോന്നു. ഫഖാല, അന്നേരം ഉമർ റളിയല്ലാഹു എന്നെ വിളിച്ചു ചോദിച്ചു, മാ മനഅക, എന്താണ് നിന്നെ തടഞ്ഞത്? 3 തവണ അദ്ദേഹം പോയി സലാം പറഞ്ഞു, 3 തവണ സലാം പറഞ്ഞതിനും മറുപടി കിട്ടിയില്ല എന്ന് കണ്ടപ്പോ ഉമർ റളിയല്ലാഹുവിന്റെ അരികിൽ നിന്ന് ആ സ്വഹാബി വര്യൻ തിരിച്ചു പോരുകയാണ്. ഉമർ റളിയല്ലാഹു ചോദിച്ചു, മാ മനഅക, എന്താണ് താങ്കളെ തടയാനുള്ള കാരണം? എന്താണ് താങ്കളെ തടഞ്ഞത്? എന്റെ അരികിൽ വന്ന് അനുമതി ചോദിച്ചിട്ട് പിരിഞ്ഞു പോരാൻ എന്താണ് നിങ്ങളെ പ്രേരിപ്പിച്ചത്? ഖുൽതു ഇസ്തഅദൻതു സലാസൻ ഫലം യുഅദൻ ലി, ഞാൻ 3 തവണ നിങ്ങളോട് അനുമതി ചോദിച്ചു, നിങ്ങൾ എനിക്ക് അനുമതി നൽകിയില്ല. ഫറജഅതു, ഞാൻ മടങ്ങിപ്പോന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇദസ്തഅദൻ അഹദുക്കും സലാസൻ ഫലം യുഅദൻ ലഹു ഫൽയർജഅ, നിങ്ങൾ 3 തവണ അനുമതി ചോദിച്ചിട്ട് നിങ്ങൾക്ക് ആ അനുമതിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല എങ്കിൽ, അഥവാ ഇസ്ലാമിന്റെ അഭിവാദന രീതിയാകുന്ന സലാമാണ് ഒരു അനുവാദത്തിന്റെ മാർഗമായി സ്വീകരിക്കേണ്ടത്. അങ്ങനെ 3 തവണ സലാം പറഞ്ഞിട്ടും ആ മറുപടി നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ ഫൽയർജഅ, മടങ്ങിപ്പോരട്ടെ എന്ന് അദ്ദേഹം ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു കൊടുക്കുന്നു. ആര്? അദ്ദേഹത്തിന് ഉമർ റളിയല്ലാഹു പറഞ്ഞു കൊടുക്കുന്നു. അബീ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം പറയുന്നു, ആ കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഉമർ റളിയല്ലാഹു തിരിച്ചു ചോദിക്കുന്ന ചോദ്യം എന്താണ്? ചോദ്യം, വല്ലാഹ്, അല്ലാഹ് തന്നെയാണ്, ലതുഖീമന്ന അലൈഹി ബിബയ്യിന, നീ എനിക്കതിന് തെളിവ് നൽകണം. ഇങ്ങനെ നീ പറഞ്ഞ ഈ വാദം 3 തവണ വന്നുകൊണ്ട് സലാം പറഞ്ഞ് സലാം മടക്കിയിട്ടില്ലെങ്കിൽ തിരിച്ചു പോരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. എങ്കിൽ എനിക്കതിന് തെളിവ് വേണം, അതിന് തെളിവ് തരണം. അമിൻകും അഹദുൻ സമിഅഹു മിന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കേട്ടിട്ടുണ്ടോ? ആരാ ചോദിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച ഉമർ റളിയല്ലാഹു ആണ് ചോദിക്കുന്നത്. അതേ, സ്വഹാബികൾ മറുപടി പറഞ്ഞു. ഫഖാല ഇബ്നു കഅബ്, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, വല്ലാഹ് ലാ യഖൂമു മഅക ഇല്ലാ അസ്ഗറൽ ഖൗം, അതേ, നിങ്ങളുടെ ഈ ചോദ്യത്തിന് ഈ സംഘത്തിലെ ഏറ്റവും ചെറിയ കുട്ടിക്ക് മറുപടി നൽകാൻ കഴിയും എന്ന് പറഞ്ഞു. ആരോടാ പറയുന്നത്? ഉമർ റളിയല്ലാഹുവിനോടാണ് പറയുന്നത്. എന്നിട്ട് ഫകുൻതു അസ്ഗറൽ ഖൗം, പിന്നെ ഉബയ്യ് ഇബ്നു കഅബ് പറയാൻ, ഞാൻ ആയിരുന്നു ആ ജനതയിൽ ഏറ്റവും ചെറുത്. ഫഖുംതു മഅഹു, ഞാൻ അദ്ദേഹത്തോടു കൂടി എഴുന്നേറ്റു. ഫഉഖ്ബിറത് ഉമർ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ദാലിക്, എന്നിട്ട് അങ്ങാടി ചെന്നിട്ട് ആൾക്കാരോട് ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതേ എന്ന് മറുപടി കിട്ടിയപ്പോൾ ഉമർ റളിയല്ലാഹുവിന് തൃപ്തിയായി. എന്താണ് പറഞ്ഞത്? സ്വഹാബികൾ പോലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സ്വഹാബികൾക്ക് പോലും പല വിഷയങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ ആ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അവർ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അത് സ്വഹാബികളുടെ ജീവിതത്തിൽ പോലും ഉണ്ടായിരുന്നു. ഇതിനർത്ഥം ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ വിശ്വാസ രംഗങ്ങളിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ അവർ വെച്ചു പുലർത്തിയിരുന്നു എന്നല്ല അതിനർത്ഥം. നേരെ മറിച്ച് കൃത്യമായി ആദർശത്തിന്റെ വിഷയത്തിൽ, ആശയത്തിന്റെ വിഷയത്തിൽ, വിശ്വാസ രംഗത്ത് കൃത്യമായ ഊടും പാവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കൊക്കെ പകർന്നു കൊടുത്തിരുന്നു, പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മഹാരഥന്മാരായ 4 മദ്ഹബിന്റെ ഇമാമുകൾക്കും വീക്ഷണ വ്യത്യാസം ഉണ്ടായത് ആദർശ രംഗത്തല്ല, വിശ്വാസ രംഗത്തല്ല, കർമ്മരംഗങ്ങളിലായിരുന്നു എന്നത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഈ കാലഘട്ടത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്.
പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള പണ്ഡിതന്മാരെ പോലും തള്ളിക്കളഞ്ഞവരാണ് നമ്മൾ. എന്നിട്ടിപ്പോഴിതാ കുറച്ച് ആളുകൾ പറയുന്നു മൻഹജ് സ്വീകരിക്കണം, മൻഹജ് ആണ് നമ്മുടെ മാർഗമെന്ന് പറഞ്ഞുകൊണ്ട് മൻഹജു സലഫിന്റെ വാദവുമായി കടന്നു വരുന്നു. അങ്ങനത്തെ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ പോലും തള്ളിക്കളഞ്ഞ പാരമ്പര്യമുള്ള നമ്മൾ പിന്നെങ്ങനെയാണ് ഈ മാർഗം സ്വീകരിക്കുക? നമ്മുടെ കയ്യിൽ ഖുർആനുണ്ട്, നമ്മുടെ കയ്യിൽ സുന്നത്തുണ്ട്, അതുപോലെ നമുക്ക് അത് വായിക്കാൻ പ്രാവീണ്യമുള്ള പണ്ഡിതന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, അറബി അറിയുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, അതുകൊണ്ട് നമുക്കത് വേണ്ടതില്ല എന്ന് പറയുന്ന ഒരു പുതിയ രീതിശാസ്ത്രം സ്വീകരിക്കുന്നതായി നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇല്ല, അവിടെയാണ് കൃത്യമായ മാർഗനിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പകർന്നു തന്നിട്ടുണ്ട്. എന്താണ് അത് എന്ന് നമുക്ക് കൃത്യമായി അറിയാം. ഇത്തരത്തിലുള്ള വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു സർട്ടിഫിക്കറ്റ് കൊടുത്ത, കൃത്യമായി അവരെ സംബന്ധിച്ചിടത്തോളം നല്ല രൂപത്തിൽ പറഞ്ഞ ആ മുഹാജിറുകളും അൻസ്വാരികളുമായ ആളുകൾ, വസ്സാബിഖൂന ലവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാരി വല്ലദീന തബഉഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദ ദാലിക്കൽ ഫൗസുൽ അദീം. വമ്പിച്ച വിജയമായി വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് മുഹാജിറുകളും അൻസ്വാറുകളും നിലകൊണ്ട മാർഗം, അവരെ വല്ലദീന തബഉഹും ബിഇഹ്സാൻ, നന്മയിൽ അവരെ പിൻപറ്റിയ ആളുകളുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് കൃത്യമായി നിർണയിച്ചു തരുന്നത്. അതെ, അവരെയാണ് പിൻപറ്റേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ വിശ്വാസരംഗത്ത് ഈ പിന്നെ കൂട്ടായ്മകൾ ഉണ്ടാവുകയും സംഘങ്ങൾ ഉണ്ടാവുകയും കർമ്മരംഗത്ത് തഖലീദിന്റെ മാർഗം സ്വീകരിച്ചുകൊണ്ട് അന്ധമായ അനുകരണത്തിലൂടെ ഇമാമിങ്ങൾ പറഞ്ഞത് മാത്രം തൊണ്ടതൊടാതെ വിഴുങ്ങുകയും അവർ എന്തടിസ്ഥാനത്തിലാണത് പറഞ്ഞത് എന്ന് പരിശോധിക്കാതെ പരിഗണിക്കാതെ അതിനെ അതുപോലെ വിഴുങ്ങുകയും ചെയ്യുന്ന തഖലീദിന്റെ മാർഗം അവിടെ നിലകൊള്ളുന്നതോടൊപ്പം വിശ്വാസരംഗത്ത് വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകന്റെ അധ്യാപനത്തിൽ നിന്നും ആ തെളിവുകൾ സ്വീകരിച്ചുകൊണ്ട് തങ്ങൾക്ക് പോലെയുള്ള മാർഗം സ്വീകരിച്ചുകൊണ്ട് ഖുർആനിനെയും ഹദീസിനെയും ദുർവ്യാഖ്യാനം ചെയ്യുന്ന ശിയാക്കളെ പോലെ, മുഅ്തസിലിയാക്കളെ പോലെ, മുർജിആക്കളെ പോലെ വിശ്വാസികളും ആളുകളും കടന്നു വന്നപ്പോൾ സ്വാഭാവികമായും നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധ ഖുർആൻ നമുക്ക് മാർഗം നിർദ്ദേശിച്ചു തരുന്നു. അതെ, നിങ്ങൾ ചെയ്യേണ്ടത് വല്ലദീന തബഉഹും ബിഇഹ്സാൻ, ആ നന്മയിൽ മുൻകടന്ന അവരെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞു, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ബനി ഇസ്രാഈൽ ഇഫ്തറഖു അലാ 71 ഫിറഖ, 72 വിഭാഗമായി എന്റെ മുൻ കഴിഞ്ഞ ബനു ഇസ്രായേലർ സമുദായം വേർപെട്ടു പോയി. വതഫ്തരിഖു ഉമ്മത്തി അലാ 73, നമുക്ക് ഏവർക്കും അറിയാവുന്ന, നമ്മൾ എവരും കേട്ടിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ വാചകമാണത്. അതെ, എന്റെ സമുദായം 73 വിഭാഗമായി വേർപെട്ടു പോകും. കുല്ലുഹാ ഫിന്നാർ, എല്ലാം നരകത്തിലാണ്, ഇല്ലാ വാഹിദ, ഒന്നൊഴികെ. ഫഖീല ലഹു മൽ വാഹിദ, ഏതാണ് ഒരു സംഘമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി, മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഇന്ന് നിലകൊള്ളുന്ന മാർഗമേതോ ആ മാർഗത്തിൽ നിലകൊള്ളുന്നവർ എന്നാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസരംഗത്ത് കർമ്മരംഗത്ത് വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോൾ നാം സ്വീകരിക്കേണ്ട നിലപാടെന്താണ്? നാം സ്വീകരിക്കേണ്ട മൻഹജ് എന്താണ്? ആ മുൻഗാമികളായ വിശുദ്ധ ഖുർആൻ കേട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട സ്വഹാബികളും ആ സ്വഹാബികളെ കണ്ട് ദീൻ പഠിച്ച താബിഈകളും ആ താബിഈകളെ കണ്ട് ദീൻ പഠിച്ച തബഅ താബിഈകളും എന്തു നിലപാടാണോ സ്വീകരിച്ചത് ആ നിലപാടാണ് വിശ്വാസരംഗത്ത് കർമ്മരംഗത്ത് ആദർശരംഗത്ത് ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സ്വീകരിക്കേണ്ടത്. ആ മാനദണ്ഡമാണ് ദീൻ സ്വീകരിക്കാൻ നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നത് പ്രവാചകന്റെ അധ്യാപനമാണ്. കക്ഷികൾ ഉടലെടുക്കുമ്പോൾ, ഛിദ്രതകൾ ഉണ്ടാകുമ്പോൾ, ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ അതാണ് സ്വീകരിക്കേണ്ട വഴിയെന്ന് പ്രവാചകന്റെ അധ്യാപനമാണ്. അതൊരിക്കലും ഒരഞ്ചാം മദ്ഹബല്ല, ഗൾഫ് ഇറക്കുമതിയല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മാനദണ്ഡമാണത്. മുർജിആക്കളും ശിആക്കളും ഒക്കെ അവർ തെളിവ് പിടിച്ചത് വിശുദ്ധ ഖുർആനിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നാം നോക്കേണ്ടത്, ഒരു വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് തെളിവ് പറയുമ്പോൾ ആ ആയത്ത് ആദ്യമായി കേട്ടത്, ആ ആയത്ത് ആദ്യമായി കേൾപ്പിക്കപ്പെട്ടത്, ആ ആയത്തിന്റെ കൃത്യമായ വചനങ്ങളെ സംബന്ധിച്ചും ആശയങ്ങളെ സംബന്ധിച്ചും പഠിച്ചതും പഠിപ്പിച്ചു കൊടുക്കപ്പെട്ടതും മുൻഗാമികളായ സ്വഹാബികളാണ്. ആ സ്വഹാബികളെ കണ്ടുപിടിച്ച താബിഈകളാണ്, അവരെ കണ്ടുപിടിച്ച തബഅ താബിഈകളാണ്. അവർക്കാർക്കെങ്കിലും അങ്ങനെ മനസ്സിലായിട്ടുണ്ടോ? അവരാരെങ്കിലും അങ്ങനെ അർത്ഥം വെച്ചിട്ടുണ്ടോ? അവരാരെങ്കിലും അങ്ങനെ ആശയം പറഞ്ഞിട്ടുണ്ടോ? ഇതാണ് പരിശോധിക്കേണ്ടത്. ആ പരിശോധിക്കുന്നതിനുള്ള മാർഗം അതാണ് മൻഹജ് അഥവാ പൂർവികരുടെ പാത, മൻഹജു സലഫ് എന്നത് പൂർണ്ണമായും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദീൻ പഠിക്കാനുള്ള ഒരു വഴിയാണ് എന്നതാണ് നാം അതിനെ മറ്റ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ അവരൊക്കെ എഴുതി വെച്ചു, അവർക്ക് കിട്ടിയ ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ എഴുതി വെച്ച ആ കാര്യങ്ങളെ അന്ധമായി അനുകരിച്ച്
പഠിച്ച് അതിൽ നിന്ന് അണുചലവ് വ്യതിചലിക്കാതെ സ്വീകരിച്ച ആ മാർഗത്തെ പോലെയല്ല. നേരെ മറിച്ച് ഒരു കാര്യം കേൾക്കുമ്പോൾ, ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ ആ മനസ്സിലാക്കേണ്ട രീതിശാസ്ത്രം, അതാണ് മൻഹജുസ് സലഫ് എന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലെ 115-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞു, വമയുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം വസാഅത് മസ്വീറ. വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം ഹുദ ഇന്നതാണ് എന്ന് കൃത്യമായി മനസ്സിലായതിനു ശേഷം വമയുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, ആ മുഅ്മിനുകളുടേതല്ലാത്ത ഒരു പാത. വിശുദ്ധ ഖുർആൻ ഖുർആനിന്റെ താളുകളിലൂടെ നല്ല ആളുകളാണ്, പിൻപറ്റപ്പെടാൻ ഏറ്റവും അർഹരാണ്, അവരെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് എന്ന് പറഞ്ഞ ആ സഹാബികളെ സംബന്ധിച്ചിടത്തോളം, താബിഈകളെ സംബന്ധിച്ചിടത്തോളം, അവരെ വല്ലദീന തബഊം ബിഇഹ്സാൻ, നന്മയിൽ അവരെ പിൻപറ്റിയ ആളുകൾ അവരുടെ പാതയിലേക്കാണ് തിരിയേണ്ടത്. അവർ എങ്ങനെ ഖുർആനിനെ വ്യാഖ്യാനിച്ചുവോ, അവർ എങ്ങനെ ഹദീസിനെ നോക്കിക്കണ്ടുവോ, അതുപോലെ ഹദീസുകളെ സമീപിക്കണം, ഖുർആനിനെ സമീപിക്കണം എന്ന് പറയുന്ന ഒരു രീതിശാസ്ത്രം, അതാണ് മൻഹജുസ് സലഫ്. അതൊരിക്കലും 5-ാം മദ്ഹബ് അല്ല എന്നത് കൃത്യമായി നമ്മൾ അറിയേണ്ടതുണ്ട്. ആ രീതിശാസ്ത്രമാണ് സലഫുകൾ സ്വീകരിച്ചത്. അതിനെ പിന്തുടർന്ന് വന്ന സകലമാന പണ്ഡിതന്മാരും സ്വീകരിച്ചത്. ലോകത്തറിയപ്പെടുന്ന മുഴുവൻ സലഫി സംഘങ്ങളും സലഫി കൂട്ടായ്മകളും സ്വീകരിച്ച മാനദണ്ഡം അതാണ്. അല്ലാതെ അവർക്ക് തോന്നിയതുപോലെ നമുക്ക് അറബി അറിയാം, നമ്മുടെ നാട്ടിൽ അറബി ഗ്രന്ഥങ്ങളുണ്ട്, അതുകൊണ്ട് നമുക്കത് നിവർത്തിവെച്ച് കാര്യങ്ങളെ മനസ്സിലാക്കാം എന്ന് പറയുന്നതിന് പകരം ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പൂർവികരായ ഏതെങ്കിലും സഹാബികളും താബികളും അവരെ കണ്ടുപിടിച്ച തബഉ താബികളും അവരിൽ നിന്ന് ദീൻ പഠിച്ച മഹാനതന്മാരായ പണ്ഡിതന്മാരും ഇങ്ങനെ ഒരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ടോ എന്ന് നോക്കണം. ഇല്ല എങ്കിൽ മുർജിഅകളെ പോലെ, ശിആകളെ പോലെ, മുഅ്തസിലികളെ പോലെ അവരും തെളിവ് പറയുന്നത് വിശുദ്ധ ഖുർആനിൽ നിന്നാണ്, അവരും തെളിവ് പിടിക്കുന്നത് പ്രവാചകന്റെ അധ്യാപനത്തിൽ നിന്നാണ്. അല്ല എന്ന് പറയണമെങ്കിൽ ഇതിനർത്ഥം മുൻഗാമികൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതുതന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് എന്തിനാണ് ഈ മൻഹജ് എന്ന് പറയുന്ന ഈ രീതിശാസ്ത്രത്തെ അവഗണിക്കുന്നത്? നേരത്തെ സംസാരത്തിലൊക്കെ കേട്ടതുപോലെ സ്വഹീഹായി വന്ന ഹദീസുകളെ തള്ളിക്കളയുന്നതിനും ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൂർവികരായ മുഴുവൻ സലഫുകളായ പണ്ഡിതന്മാരും സ്വീകരിച്ചു വന്ന ആ രീതിശാസ്ത്രത്തെ അവഗണിച്ചുകൊണ്ട് തങ്ങൾക്ക് തോന്നിയതുപോലെ വിശുദ്ധ ഖുർആനിനും ആയത്തുകൾക്കും ഹദീസുകൾക്കും വ്യാഖ്യാനം കൽപ്പിക്കാനുള്ള നൂതനമായ ഒരു പ്രവണതയാണ് ഇത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് അത് പുറകോട്ട് വലിക്കലാണ്, പിറകോട്ട് നയിക്കലാണ് എന്നൊക്കെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതേ 50 കൊല്ലത്തേക്കുള്ള പിറകോട്ട് വലിക്കലല്ല, 50 കൊല്ലത്തേക്കല്ല പിറകോട്ട് വലിച്ചത്, കേവലം 60 കൊല്ലത്തേക്കല്ല പിറകോട്ട് വലിക്കുന്നത്. 1600 കൊല്ലങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ അവതീർണമായ കാലഘട്ടത്തിൽ ആ ഖുർആനിന്റെ താളുകളിൽ നിന്ന്, ആ ഖുർആനിന്റെ അധ്യാപനങ്ങളിൽ നിന്ന് ഖുർആനിന്റെ ആയത്തുകൾക്ക് എങ്ങനെ അർത്ഥം കൽപ്പിക്കണമെന്ന് സ്വഹാബികൾ എങ്ങനെ മനസ്സിലാക്കിയോ, താബികൾ എങ്ങനെ മനസ്സിലാക്കിയോ, തബഉ താബികൾ എങ്ങനെ മനസ്സിലാക്കിയോ, ആ മാർഗത്തിലേക്ക് തിരിഞ്ഞു പോകണമെന്ന ആ പിടിച്ചുവലിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിന്റെ കാഹളമാണ് ഇവിടെ മുഴങ്ങപ്പെട്ടത് എന്നത് തീർച്ചയായും വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. അന്ന് അവർ വിശ്വസിച്ച ഏതൊക്കെ വിശ്വാസങ്ങളുണ്ടോ, അന്ന് അവർ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ വിശ്വാസമാണ്. പ്രമാണത്തിലില്ലാത്തതാണ് അന്ധവിശ്വാസം, പ്രമാണങ്ങളിൽ ഇല്ലാത്തതാണ് അന്ധവിശ്വാസം. പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടത് സ്വഹീഹായി വന്നത് ഒരു നിലയിലും അന്ധവിശ്വാസമല്ല എന്ന തിരിച്ചറിവ് വിശ്വാസികൾ എന്ന നിലയിൽ നമുക്കുണ്ടാവണം. അതുകൊണ്ട് പ്രമാണത്തെ മുറുകെ പിടിക്കാനുള്ള രീതിശാസ്ത്രമാണ് മൻഹജ് അഥവാ മൻഹജുസ് സലഫ്. വിശുദ്ധ ഖുർആൻ കേട്ട പ്രവാചകന്റെ അധ്യാപനം നേരിൽ കണ്ട് പഠിച്ച സ്വഹാബികൾ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ അർത്ഥം കൊടുക്കുക. ഡിക്ഷണറി തുറന്നു വെച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും സെർച്ച് ചെയ്ത് കണ്ടെത്തിയുന്ന പദങ്ങളുടെ അർത്ഥം കൽപ്പിച്ചുകൊണ്ടല്ല. അങ്ങനെയാണെങ്കിൽ ആർക്കും എന്തർത്ഥവും കൊടുക്കാമല്ലോ. ഒരു ഉദാഹരണം മാത്രം പറയട്ടെ. സയ്യാറത്തുന്നതിന് അറബിയിൽ കാർ എന്നർത്ഥമുണ്ട്. യൂസുഫ് അലൈഹിസ്സലാം കിണറ്റിൽ കിടക്കുന്ന സന്ദർഭത്തിൽ വജാ സയ്യാറത്തുൻ ആധുനികമായ പരിഭാഷപ്പെടുത്തുമ്പോൾ ഒരു കാർ വന്നു എന്ന് പറയേണ്ടി വരും. ഇല്ല, സാധ്യമല്ല. എന്തുകൊണ്ട്? മുൻഗാമികൾ ആരും അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല, മുൻഗാമികൾ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മുൻഗാമികൾ ഓരോ പദത്തിനും എന്തർത്ഥം കൊടുത്തുവോ, മുൻഗാമികൾ ഓരോ പദങ്ങൾക്കും എങ്ങനെ ആശയം കൊടുത്തുവോ, അതിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കണം. അത് പുറകോട്ട് വലിക്കലായി ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതെ, ഇത് പുറകോട്ട് വലിക്കലാണ്. 1600 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പഠിപ്പിച്ച ആ സ്വഹാബത്തിന്റെ മാർഗത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാവണം. അത് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ദീനിനെ മനസ്സിലാക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിൽ ദീനിനെ മനസ്സിലാക്കുന്ന മൻഹജുസ് സലഫിന്റെ മാർഗത്തിലൂടെ ദീനിനെ മനസ്സിലാക്കുന്ന
പിഴച്ച മുഴുവൻ കക്ഷികളുടെയും ആ വിശ്വാസ വൈകല്യങ്ങളെ പേറി നടക്കുന്നതിന് പകരം ശരിയായ പാന്താവിലൂടെ ദീനിനെ പുൽകുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നാഥൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.